അവരുടെ അക്കോമഡേഷൻ താമസിക്കുന്നെങ്കിൽ ഇപ്പോൾ വന്ന് നമ്മൾ ആ 30 കൊണ്ട് കൊടുത്തില്ലേ, അതും വേണ്ട. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അന്നേരം ഒരു 5 ദിവസം ഒരാഴ്ചത്തെ ഇതിനു വേണ്ടി തന്നെയൊക്കെ വേണം, ഇത് കാണാൻ വേണ്ടി മാത്രം. അതുകൊണ്ടോ ആ ട്രെയിൻ പോകണുണ്ടോ? അപ്പോൾ അതുപോലെ വരുമായിരുന്നു. ഇപ്പോൾ ട്രെയിനങ്ങ് പോയിട്ടോ, എനിക്ക് മിസ്സായി, കിട്ടിയില്ല. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ എല്ലാം കൂടുതലായിട്ടൊക്കെയാണ് കണ്ടത്, അതിന് ചീപ്പാകുമെന്ന് പറയും. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോഴും $194 ആണ് വന്നത് അഡൽറ്റിന്. $10 വ്യത്യാസമുള്ളൂ ചൈൽഡിന്. 180 സംതിങ് ആണ് ചൈൽഡിൻ്റെ. നമ്മൾ അവിടെ വെച്ച് UK വെച്ച് ഓൺലൈനിൽ നോക്കിയപ്പോൾ $200 കാണിച്ച്. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ $194. പിന്നെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ടിക്കറ്റ് കിട്ടാണ്ടിരിക്കും, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഏരിയ ഉണ്ടോ? ഇതാണ് അതിൻ്റെ മെയിൻ വ്യൂ ഈ സാധനം വരുമ്പോൾ ഉള്ളത്. മീൻസ് നമ്മളീ വന്നേക്കണ അതിൻ്റെ എപ്കോട്ടിൻ്റെ ഒരു എന്നാ പറയുക, ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോബാണ്. ഞാൻ ആദ്യം പറഞ്ഞ ട്രെയിൻ ഇറങ്ങി വന്നതാണ് ആൾക്കാർ ഇതിൽ വന്നത്. ട്രെയിൻ ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ അകത്തോടെ. അപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ നമ്മൾ ആ ട്രെയിൻ സ്റ്റേഷൻ്റെ അടിയിലാണ് നിൽക്കണേ. അവിടെ വന്ന് നിൽക്കുന്നു, ഇറങ്ങി താഴത്തോട്ട് വരുന്നു, നേരെ കൗണ്ടറിലോട്ട് വരുന്നു. ഇതാണ് കൗണ്ടർ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, എളുപ്പമാണ് അങ്ങനെ വരുവാണെങ്കിൽ. ഇതെവിടെ നിൽക്കണേ? സെയിം ആട്ടോ. ഓക്കെ, ഏജ് 10+ $199, ചിൽഡ്രൻ $194. പിന്നെ ഇത് 2 വർഷത്തേനുള്ള പാക്കേജുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പല പല ഇതുണ്ട്, വന്നെ അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി ഒരു കാർഡ് കിട്ടും കേട്ടോ. നമുക്കൊരു എൻട്രി ഇത് എന്നാ പറയണേ, അത് കഴിഞ്ഞിട്ട് അവിടെ ഫിംഗർ പഞ്ച് ചെയ്യണം. എനിക്ക് കിട്ടിയ കാർഡ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ കാർഡ് ഇതാണ്. ഇതൊരു സൂവിനീറുമായിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഒരു സ്പേസ് ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കയറാൻ തുടങ്ങുവാണ്. അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പം ഇവിടെ എല്ലായിടത്തും ക്യൂ ആട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 25 മിനിറ്റ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് നമുക്കാവണേ. ഭയങ്കര തിരക്കാം. 25 മിനിറ്റ് ക്യൂ നിൽക്കണം. പിന്നെ അന്നേരം ഊടാടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ? നമ്മൾ ഇതിലാണ് സ്പേസ് ഷിപ്പ് എർത്ത്, അതിൻ്റെ അകത്താണ് കയറുന്നത്. അപ്പം കാണാൻ ഇതുണ്ടോ, ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ കാണാൻ കയറുന്നത്. എന്നാന്നറിയില്ല, അവിടെ കയറിയിട്ടുണ്ടെങ്കിലേ അറിയാവുള്ളൂ. ഒരു സ്പേസ് ഷിപ്പിൽ പോകുന്ന ഫീലിംഗ് ആണെന്ന് തോന്നുന്നു. മൊവാനേനെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ടോ? നല്ലൊരു വാട്ടർ പാർക്കാണ്. പിന്നെ വരണവരില്ലേ?
ലൈക്ക് എ ഫ്രോസൺ. അല്ല ഇത് കണ്ടോ ഇതിൻ്റെ നടുക്കിരിക്കണ ഒരു ഫിഷാണ്. പഫർ ഫിഷോ? എന്തുണ്ട്? ഒരു ഏരിയയാണ് ഇത്. സീ ലൈഫിൻ്റെ മാത്രം ഒരെണ്ണമാണ് ഈ ഏരിയ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ആയിരിക്കും മിക്കവാറും ഇവിടെ ഒരു ദിവസം പൊടിയണേ. Cool, you having fun today? Right on, me too. Hey, what's your question? What do you eat? I like to eat green seagrass. Crab's my favorite food, dude. It's what gives me my green color. And dude, it's totally healthy. Check it out. 6-pack. Oh, hey, chilling, man. Oh gosh, I'm trying to get away from a turtle pile. Oh, awesome. Everybody say turtle pile. Watch this, dude. Alright, little dudes, go up top. See who can catch a wave, dude. Totally. Thanks a lot, Crush. ടെസ്റ്റ് ട്രാക്ക് നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ടെസ്റ്റ് ട്രാക്ക് കയറി നോക്കാം ആദ്യം. ഇതിപ്പോൾ മൂന്നും കയറണം ഇവിടെയുള്ള 3 ഇങ്ങനെ 125 മിനിറ്റ് അത് വെയിറ്റിംഗ് ടൈം. ഇത് സ്പേസിൻ്റെ ആണ്. സ്പേസ് റിലേറ്റഡുള്ള കാര്യങ്ങളാണ്. അതൊന്ന് കയറി നോക്കാം. മറ്റോടത്ത് 125 മിനിറ്റ് വെയിറ്റാണ്, നിയർലി 2 മണിക്കൂർ. ഇതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നം. ക്യൂ നിൽക്കുമ്പോൾ എല്ലാം ഇന്ന സമയം നിൽക്കണം. ഇത് മിഷൻ സ്പേസ് 15 മിനിറ്റ്സ് ഉള്ളൂ കയറാം. രാത്രി ആയപ്പോഴത്തേനും വൈകുന്നേരമായിട്ടോ 6:30 അപ്പോഴത്തേനും ലൈറ്റെല്ലാം ഇട്ട് അടിപൊളിയായി. നമ്മൾ ആദ്യം പകൽ കണ്ട ഗ്ലോബ് ഒക്കെ ഇപ്പോൾ കളറിൽ മുങ്ങി. സീ ലൈഫ് അതിലൊക്കെ നമ്മൾ കയറിയായിരുന്നു കേട്ടോ. ഇതൊരു സോളാർ സ്പേസിൻ്റെ ഇത്. അവിടെ വേറെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. രാത്രി ആയപ്പോൾ ആൾക്കാർ കൂടിയ പോലെ ഉണ്ട്. ഇതാ ലേക്ക്. ഇവിടെ മൊത്തം വേൾഡ് ഫുഡ്സ് ആണ് അല്ലേ. ഫുഡ്സും അതിൻ്റെ അനുബന്ധിച്ചുള്ള ഗെയിമുകളൊക്കെയാണ് അല്ലേ. ഉണ്ട് ഇവിടെ നടുക്കൊരു ലേക്കുണ്ടേ. ആ ലേക്കിന് ചുറ്റും പല പല
ട്രാൻസ്പോർട്ടേഷൻ ടു വേൾഡ് ഷോക്കേസ്. ഇതിന്റെ പുഴയ്ക്ക് അപ്പുറം പോവാൻ. ഇത് ഓക്കെ, ഇതാണ് ആ വേൾഡ് ഷോക്കേസ് എന്ന് പറഞ്ഞാൽ പല പല രാജ്യത്തിൻ്റെ ഇതുള്ള അല്ലേ, പല പല രാജ്യത്തിൻ്റെ കൾച്ചറൽ ബിൽഡിങ്ങുകളൊക്കെ. ഇതുണ്ടോ ചൈനീസ് സ്റ്റൈലിലൊക്കെ അതവിടെ ബിൽഡിങ്ങുകൾ, യൂറോപ്പ് സ്റ്റൈല്, യൂറോപ്പ് സ്റ്റൈല് അല്ല. രാത്രി ആയതുകൊണ്ട് ഇനി കിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ നല്ല കളർഫുള്ളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും കാണാം അങ്ങുള്ള ഇതുണ്ടോ പല പല രാജ്യത്തിൻ്റെ ബിൽഡിങ്ങുകൾ പോലെ ഇങ്ങനെ പണിത് വെച്ചേക്കാം. ഒരു 2-3 മൈൽ കാണും. ഉണ്ടോ ഒരു ടെമ്പിളിൻ്റെ ഫോർമ രീതിക്ക് ഉണ്ടാക്കി വെച്ചേക്കണേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈജിപ്ഷ്യൻസിൻ്റെ സ്റ്റൈലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ആണ്. ഈജിപ്ഷ്യൻ അല്ല കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. ഇത് മെക്സിക്കനാണ്. മായൻ ടെമ്പിളാണ്, മായന്മാരുടെ ടെമ്പിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ മോഡലാണേ. മായന്മാരുടെ ഇതുണ്ടോ മെക്സിക്കോയുടെ. മെക്സിക്കനാണ്. മായൻ സംസ്കാരം ഇല്ലേ,